സോ ഗൈസ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കൊരു വില്ലേജ് ബ്രീഡർ സെറ്റ് ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ അത് പറ്റത്തില്ല. കാരണം നമുക്ക് ലീഷ് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. ഈ എപ്പിസോഡിൽ കിട്ടുകയാണെങ്കിൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് ഈ കാണുന്ന ഐലാൻഡിൽ ചിലപ്പോൾ ഇനി നമുക്ക് കോളും പിന്നെ അയനും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാനത് നോട്ട് ചെയ്തു അവിടെ പോയപ്പോൾ. അപ്പോൾ എനിക്കിപ്പോൾ 2 കിട്ടിയിട്ടുണ്ട്. അവിടെ പോയി ഞാൻ ഒരെണ്ണം കൂടെ മൈൻ ചെയ്തു. അപ്പോൾ നിങ്ങളെ കൂടെ കാണിച്ചിട്ട് അത് മൈൻ ചെയ്യാൻ വിചാരിച്ചു. അതാണ് ഒരു എവിഡൻസ് ആണ്. ഇല്ലേ നിങ്ങൾ പറയും ക്രിയേറ്റീവ് ആണ്, അതാണ് ഇതെന്ന് പറയും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയി സ്പ്രൂസ് എടുത്തുകൊണ്ട് വന്ന ഐലാൻഡിൽ ചെന്നപ്പോഴാണ് അത് കണ്ടത്. അവിടെ ചെന്നിട്ട് നമുക്ക് ഉള്ള അയനെല്ലാം നമുക്ക് നോക്കും. ഒരു അയൻ ബാക്കി വെക്കണ്ട, എല്ലാം നമുക്ക് എടുത്തിട്ട് ഭാവിയിൽ നമുക്ക് അയൺ ഫാം ഉണ്ടാക്കുമ്പോൾ ഹോപ്പേഴ്സ് കുറച്ച് വേണം. ഹോപ്പറായിട്ട് അത് കുറച്ച് വേണം. അത് കാരണം നമുക്കത് കളയാൻ പറ്റത്തില്ല. അപ്പോൾ അത് എടുത്തിട്ട് ഇതേമാതിരി തന്നെ അപ്പുറത്ത് 2 ഐലാൻഡ് ഉണ്ട്. അത് നമുക്ക് ക്ലീൻ ചെയ്യണം. ഇവിടുത്തെ കോളൊക്കെ ഞാൻ എടുത്തത് കണ്ടോ? ഇതൊക്കെ ഞാൻ തുളച്ചിട്ടേക്കുന്നേ. ഇവിടെ എവിടെയും കണ്ടായിരുന്നു. ഞാൻ അതാ ഉള്ള അയനെല്ലാം നമുക്ക് എടുത്തുകൊണ്ട് പോവാൻ ആവശ്യം വരും. ഈ ഐലാൻഡിൽ നിന്ന് ആകെ കിട്ടിയേക്കുന്ന എനിക്ക് 6 അയനും പിന്നെ 6 കോളുമാണ്. മൊത്തം 7 കോളായി. ഇങ്ങോട്ടൊന്നും അയനില്ലാന്ന് തോന്നുന്നു. നമുക്കിപ്പോൾ അയൻ കിട്ടിയാണ്. ഞാൻ കുറേ കോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ അടുത്ത് തന്നെ ആയ കാരണം വന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് അപ്പുറത്ത് ആ ഐലാൻഡിലും കൂടെ പോയി നോക്കിയിട്ട് വരാം. ഓക്കെ, ഇവിടെ നിന്ന് ആകെ 2 അയൻ കിട്ടിയിട്ടുണ്ട്. കൂടുതൽ എനിക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ നിന്ന് അയൻ വളരെ കുറച്ചാട്ടോ കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെയും കൂടെ ചാടി നോക്കിയിട്ട് വരാം. ഓക്കെ, ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് നല്ലതായ ഒരു 2 അയൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ കോള് സ്പോണാകും. ഈ ബീച്ച് സൈഡിലല്ല, ഇങ്ങനെ മേലെ നമുക്ക് സ്പോൺ ആയിരിക്കുന്ന സ്ഥലത്ത് കുറേ കോളും അയനുമായിട്ട് സ്പോൺ ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ മിക്കവാറും ഒരു മൈനിങ് ഏരിയ സെറ്റ് ചെയ്യും കേട്ടോ. അതിനുള്ള എല്ലാ പരിപാടിയും ഞാൻ ചെയ്യുന്നുണ്ട്. അടുത്ത എപ്പിസോഡ് ആവട്ടെ, ഇല്ല നമുക്ക് ഈ എപ്പിസോഡിൽ തന്നെ ചെയ്യാം. എന്തായാലും നമുക്ക് ഒരു കണ്ടന്റ് വേണ്ടേ. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഒരു മൈനിങ് ഏരിയ സെറ്റ് ചെയ്യാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ലീഷ് കിട്ടിയാൽ നമുക്ക് ലീഡ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വില്ലേജറിനെ തപ്പി പോകാം. വില്ലേജ് തപ്പി പോയിട്ട് വില്ലേജൊക്കെ ലൂട്ട് ചെയ്ത് ഒരു ബ്രീഡർ സെറ്റ് ചെയ്യണം. അതൊക്കെ ആയിരിക്കും. ലീഷ് കിട്ടിയാൽ, ഇല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടിയായിട്ട് വരും. അയ്യോ, വഴിയൊന്നും തെറ്റിയിട്ടില്ല, കറക്റ്റാ. ഞാൻ വിചാരിച്ചു വഴി തെറ്റിപ്പോയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട് ഇരിക്കുന്നതിൻ്റെ പുറത്തൊരു സ്ഥലമുണ്ട്. അവിടെയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അതിൻ്റെ മുമ്പിൽ എവിടേക്ക് ഒന്ന് ഒരു ബോട്ട് വെക്കണം. ഈ ബോട്ട് ഞാൻ ശരിക്കും ഉണ്ടാക്കിയത് വില്ലേജറിനെ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ 2 എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ എളുപ്പമല്ലേ, അത് കാരണം ഉണ്ടാക്കി വെച്ചേക്കുന്നതായിരുന്നു. പക്ഷേ ഞാൻ കുറേ നേരം ഇവിടെ നോക്കി, ട്രേഡറിന് ഇതുവരെയായിട്ട് കിട്ടിയില്ല. ഇല്ലെങ്കിൽ ആവശ്യമില്ലാതെ ഇത് തന്നെ സ്പോണാകും. ആവശ്യമില്ലാതെ ഇതാണ് ഒറ്റൊരെണ്ണം കാണാനില്ല. ഒറ്റൊരെണ്ണം കുഴപ്പമില്ല, നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കൊണ്ടുവരണ്ടേ. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ നമ്മുടെ ഇതിലിപ്പോൾ മൊത്തം 15 അയൺ, റോ അയൺ ഉണ്ട്, പിന്നെ കോളും ഉണ്ട്. ശരി, നമുക്ക് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാം മൈനിങ് ഏരിയ. ഇവിടെ എവിടെയെങ്കിലും ഒരു ചെറിയ കേവ് മാരിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതാവും. ഇവിടെയായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഷവലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു ഓട്ടയായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓട്ട ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരു കേവിൻ്റെ ലുക്ക് കൊണ്ടുവരണം. ഓക്കെ, നമുക്ക് ഇങ്ങോട്ടൊരു പാത്ത് സെറ്റ് ചെയ്യണം. അതിൻ്റെ മുമ്പിൽ ഇവിടെ സെറ്റാക്കിയിട്ട് നമുക്ക് നോക്കാം. സോ ഗൈസ്, നമ്മുടെ മൈനിങ് ഏരിയ ഏകദേശം സെറ്റായി. ഇതാണ് മൈനിങ് ഏരിയ. ഇതിൻ്റെ റീപ്ലേ മോഡ് ഞാൻ എടുത്തായിരുന്നു. അതാണ് എന്താ അറിയില്ല, സേവ് ആയില്ല. പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ലല്ലോ. ഇത് ഇങ്ങനെ എടുത്തു, ചുമ്മാ അവിടെ ഇവിടെ ആയിട്ട് നമ്മൾ കൊബിൾ സ്റ്റോൺ വെച്ചിട്ടും പിന്നെ ഈ സ്റ്റോൺ നമ്മൾ സ്മെൽറ്റ് ചെയ്ത് സ്റ്റോൺ ബ്രിക്സ് ആക്കിയിട്ട് ഉണ്ടാക്കി. താഴോട്ട് അധികം മൈൻ ചെയ്തില്ല. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. കാണാൻ നല്ലൊരു ഇതുകൊണ്ട് നമുക്ക് ഇവിടേക്ക് വേണമെങ്കിൽ ഒരു പോണ്ടൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഇവിടെ. പക്ഷെ എനിക്ക് ആവശ്യമില്ല, കാരണം ഒരു മൈനിങ് ഏരിയക്ക് പോണ്ട് സെറ്റ് ആവില്ല. ഒരു തീമില്ല അതിന്, ഒരു സ്റ്റോറി തീം കിട്ടത്തില്ല. അപ്പോൾ എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് നന്നായിട്ട് തന്നെ തോന്നിച്ചേക്കുന്നത്. ഇനി അവിടെ നമുക്ക് മൈൻ ചെയ്യണം. ഞാൻ അടുത്ത എപ്പിസോഡിൽ എന്തായാലും മൈനിങ്ങിന് ഇറങ്ങും. ഡയമണ്ട് കണ്ടുപിടിച്ച് ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം. ക്രൂസിൻ്റെ വുഡ് കുറച്ച് ആവശ്യം വന്നായിരുന്നു.
പിന്നെ അത് ഇവിടെ തന്നെ ഉള്ള കാരണം നമ്മൾ വെട്ടിയെടുക്കുക അല്ലാതെ വേറെ ഒന്നും ചെയ്തില്ല. ഇനി നമുക്ക് ഇങ്ങോട്ട് വേണ്ടത് ആകെ ഒറ്റ ഒരു പാത്ത് വേ ആണ്. പാത്ത് വേ നമുക്ക് സെറ്റ് ചെയ്യണം. വില്ലേജേഴ്സിനെ കൊണ്ട് മടുത്ത്. പാത്ത് വേയും കൂടെ സെറ്റ് ചെയ്താൽ നമുക്ക് ഏകദേശം അങ്ങോട്ട് പോയി വരാറുണ്ടെന്നൊന്ന് അറിയിക്കാൻ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഈ വേൾഡ് ഒന്ന് ചുറ്റി കാണാൻ പറ്റുകയാണ് നല്ലത് കേട്ടോ. അടുത്ത് എവിടെയെങ്കിലും നമുക്ക് വില്ലേജ് ഉണ്ടെങ്കിലും കണ്ടുപിടിക്കാം. അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ ഒരു വില്ലേജ് ഉണ്ടാവും, പക്ഷെ എനിക്ക് അതിനെക്കാട്ടിലും ബെസ്റ്റ് ഓഷൻ വഴി തേടി കണ്ടുപിടിക്കുന്നതന്നെ. അതാണെങ്കിൽ കൊണ്ടുവരാൻ എളുപ്പമുണ്ട്. ഇവന്മാർ ഒന്നും താഴെ വരെത്തിയ അല്ല. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ലീഡ് കിട്ടിയാൽ മാത്രമേ ഇനി ബ്രീഡറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ മുമ്പിൽ നമ്മൾ മൈനിങ് ഏരിയ സെറ്റ് ചെയ്തു. നമുക്ക് പറ്റുകയാണെങ്കിൽ അടുത്ത എപ്പിസോഡിൽ ഒരു ഫുഡ് ചുമ്മാ ഒരു ഫാമിങ് വരെ ഒരു സെറ്റ് ചെയ്യണം. അതൊക്കെ ആയിരിക്കും അടുത്ത എപ്പിസോഡിലെ ഗോള്. ഈ എപ്പിസോഡ് ഇത്തിരി ലെങ്ത് ആയില്ലെങ്കിൽ നമുക്ക് വേണ്ട, നമുക്ക് അടുത്ത എപ്പിസോഡ് തന്നെ ചെയ്യാം. ഇന്ന് എനിക്ക് ടൈമില്ല, അത് കാരണം നമുക്ക് ഇവിടെ വെച്ച് അതിൻ്റെ ചെയ്യാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നവരെ ഗുഡ് ബൈ.